സ്നേഹമുള്ളവരെ, തളിപ്പറമ്പ് സെന്റ് മേരീസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇടവക സമൂഹത്തിലെ തീരെ ദരിദ്രരായ ആളുകളെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സ്വന്തമായി കരുതി സഹായിക്കുന്ന ഒരു പുതിയ ക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. സ്വന്തം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന തിരുവചനത്തെ മനസ്സിലേറ്റിയ ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രവർത്തന പദ്ധതിയാണിത്. ഇടവക സമൂഹത്തിലും ഈ കൂട്ടായ്മയിലും പെട്ടു നിൽക്കുന്ന തീരെ ദരിദ്രരായ 100 വീട്ടുകാർക്ക് മാസം ഒരു 2000 രൂപ വീതം പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ഡിസംബർ മാസം, ഈ 2020 ഡിസംബർ മാസത്തിൽ ഇതിന് തുടക്കം കുറിക്കുന്നു. 100 പേരെയാണ് ഈ പദ്ധതിയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 50 പേർക്ക് ഇത് കൊടുത്തുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും. ഇതിനുള്ള തുക ഇടവക സമൂഹത്തിലെ നല്ല ഉദാര മനസ്കര് പങ്കുവയ്ക്കുന്ന തുകയാണ് ഇതിലെടുത്തു വെക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ പ്രസിഡന്റും ലായ് മാത്യു പ്ലാത്തോടത്തിലെ സെക്രട്ടറിയും ബാബു പടിഞ്ഞാറേക്കുറ്റി ട്രഷററുമായ ഒരു സൊസൈറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇടവക സമൂഹത്തിൽ നിന്ന് അപേക്ഷ തരുന്നതിലും ഏറ്റവും യുക്തമായ ആളുകളെ കണ്ടെത്തിയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇത് പിന്നീട് വിപുലമായി പുറത്തെ ഇടവകളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇടവക സമൂഹത്തിലെ ഉദാര മനസ്കരായ ആൾക്കാർ മാസം തോറും ഒരു കുടുംബത്തെ സഹായിക്കുവാനുള്ള തുക തന്ന് സഹായിക്കുന്നത് കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി സഹകരിക്കാനും മുന്നോട്ട് വരാൻ ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. തലശ്ശേരി രൂപതയിൽ ഇതൊരു നല്ല ഇടവക സമൂഹമാണ് തളിപ്പറമ്പ് ഇടവക സമൂഹം. ഈ ചിന്തയിൽ ഇനി അനേക ഇടവക സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങിയാൽ ഇടവക സമൂഹത്തിൽ ദാരിദ്ര്യം വിഷമിക്കുന്ന, ഭക്ഷണം കഴിക്കാനോ മരുന്ന് പഠിക്കാനോ വിഷമിക്കുന്നോ ഉണ്ടാകുകയില്ല എന്നാണ് ചിന്തിക്കുന്നത്. അഭ്യുദയകാംക്ഷികൾ ഒരു കുടുംബത്തെ ദത്തെടുക്കുന്നു. ചിലർ മാസം 1000 രൂപയെങ്കിലും തരാൻ സാധിക്കുന്നവർ തരിക, 2000 രൂപ ഒരു കുടുംബത്തിൽ മുഴുവൻ പൈസ തരിക. ഇങ്ങനെ ദത്തെടുക്കാൻ ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇടവക സമൂഹത്തിൽ പരസ്യമായി അനൗൺസ് ചെയ്തു. ആളുകൾ അപേക്ഷ തന്നു. അപേക്ഷയിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ ആളുകൾ ഈ എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ 1-2 മാസത്തേക്കുള്ള തുക ആളുകൾ ഓഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ പോസിറ്റീവായി ഇതിനോട് സഹകരിക്കുകയാണ് ആളുകൾ. ഇതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ്, ഒരു ചിന്തയാണിത്. ഇത് മറ്റ് സമൂഹങ്ങളിൽ ചെയ്യും, ബാക്കിയുള്ളവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു.